ഡോക്ടർ വി നാരായണൻ ISROയുടെ പുതിയ ചെയർമാൻ. നിലവിലെ ചെയർമാൻ ഡോക്ടർ സോമനാഥ് ഈ മാസം 14-ാം തീയതി വിരമിക്കുന്ന ഒഴിവിലാണ് അദ്ദേഹത്തിൻ്റെ നിയമനം. റോക്കറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യയിൽ വിദഗ്ധനാണ് ഡോക്ടർ വി നാരായണൻ. ക്രയോമാൻ എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. കന്യാകുമാരിക്കാരനാണ്. വിക്ഷേപണ ദൗത്യത്തിൽ ഇസ്രോയുടെ നെടുന്തൂണായി നിൽക്കുന്ന വലിയമലയിലെ LPSC സെന്ററിന്റെ തലപ്പത്ത് നിന്നാണ് വി നാരായണൻ രാജ്യത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങളുടെ മുഴുവൻ നായകനാകുന്നത്. 41 വർഷമായി ISROയിൽ ശാസ്ത്രജ്ഞനായി തുടരുകയാണ്. 7 വർഷമായി LPSC ഡയറക്ടറാണ്. റോക്കറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യയിൽ വിദഗ്ധനായ ഡോക്ടർ വി നാരായണൻ ക്രയോമാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. C-25 ക്രയോജനിക് എഞ്ചിൻ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞനാണ്. ചന്ദ്രയാൻ 2 ലാൻഡിംഗ് ദൗത്യത്തിന്റെ പരാജയം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ ചെയർമാനുമായിരുന്നു. റോക്കറ്റ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ് പ്രൊപ്പൽഷൻ വിദഗ്ധനായ ഡോക്ടർ വി നാരായണൻ 1984-ൽ ISROയുടെ ഭാഗമായി. വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിലെ സൗണ്ടിംഗ് റോക്കറ്റുകളുടെയും ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നിവയുടെ സോളിഡ് പ്രൊപ്പൽഷൻ ഏരിയയിലും പ്രവർത്തിച്ചു. അബ്ലേറ്റീവ് നോസൽ സിസ്റ്റങ്ങൾ, കോമ്പോസിറ്റ് മോട്ടോർ കേസുകൾ, കോമ്പോസിറ്റ് ഇഗ്നിറ്റർ കേസുകൾ എന്നിവയുടെ പ്രോസസ് പ്ലാനിംഗ്, പ്രോസസ് കൺട്രോൾ, റിയലൈസേഷൻ എന്നിവയിൽ സംഭാവന നൽകി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖൊരഗ്പൂരിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഡോക്ടർ നാരായണൻ. 1989-ൽ ക്രയോജനിക് എഞ്ചിനീയറിംഗിൽ 1-ാം റാങ്കോടെ IIT ഖരഗ്പൂരിൽ നിന്ന് MTech പാസായി. 2001-ൽ IIT ഖരഗ്പൂരിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD നേടി. ക്രയോജനിക് സാങ്കേതികവിദ്യയിൽ വി നാരായണനുള്ള മികവ് ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങൾക്ക് മുതൽക്കൂട്ടാകും. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയ്ക്ക് പുതുചരിത്രം കുറിക്കാൻ ഡോക്ടർ വി നാരായണന്റെ നേതൃത്വത്തിൽ സാധിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധമായ ആശംസകളും നമ്മൾ നേരുകയാണ്. ഡോക്ടർ വി നാരായണൻ ISROയുടെ അഭിമാന ചെയർമാനായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം ശാസ്ത്ര ലോകത്ത് തീർച്ചയായിട്ടും ISRO ഒരു വലിയ പ്രതിഭാസമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാര്യം ലോക ശാസ്ത്ര ശക്തികളിൽ ഒരാളായി നമ്മുടെ ഇന്ത്യയെ വാർത്തെടുക്കുന്നതിൽ ISROയ്ക്ക് കാര്യമായി പങ്കുണ്ട്.